നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUC. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരു വാർത്ത പരന്നിരുന്നു. ജോലിക്കിടയിൽ ഷോക്കേറ്റ് മരണം, 8.58 ലക്ഷം നഷ്ടപരിഹാരം നൽകേണ്ടത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ KSEB പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. ഈ വാർത്ത വന്നപ്പോൾ ഞങ്ങൾ CMDയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇഷ്ടംപോലെ കത്തുകൾ വരാറുണ്ട്. അദ്ദേഹം ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഇന്നൊരു കത്ത് CMDക്ക് നൽകുന്നുണ്ട്, വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണ്? ഏതായാലും പത്രക്കാർ വെറുതെ വാർത്ത ഇട്ടതല്ല. ഇത് സംബന്ധിച്ച ഉത്തരവ് പത്ര ഓഫീസിൽ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിയെടുത്തു. അപ്പോൾ ആ ഉത്തരവിൽ പറയുന്നത്, മേലാറ്റൂർ ഇലക്ട്രിക് സെക്ഷൻ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഇലക്ട്രിക് സെക്ഷന്റെ പരിധിയിലെ ഒരു ത്രീ ഫേസ് WP ലൂസായത് അത് ശരിയാക്കാൻ പോയി. ആ പോയ വഴിയിൽ അവിടെ ഒരു കരാർ ജീവനക്കാരൻ ഷോക്കടിച്ച് വീണ് മരിക്കുന്നു. അപ്പോൾ സബ് എഞ്ചിനീയർക്കും ലൈൻമാനും മെമ്മോ ചാർജസ് കൊടുക്കുന്നു, അവർ മറുപടി കൊടുക്കുന്നു, എൻക്വയറി നടക്കുന്നു, അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നു, അതൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ അച്ചടക്ക നടപടി അധികാരി എന്ത് ചെയ്യുന്നു? ബോർഡിലെ HRMന് കത്തെഴുതുന്നു. വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ മരിച്ച കരാർ ജീവനക്കാരന് കൊടുത്ത ആനുകൂല്യങ്ങൾ, അത് കൊടുക്കാൻ ബാധ്യത അദ്ദേഹത്തിന് കിട്ടണം. ആ കൊടുത്ത ആനുകൂല്യങ്ങൾ ഈ സബ് എഞ്ചിനീയറുടെയും ലൈൻമാന്റെയും കയ്യിൽ നിന്ന് ഈടാക്കണം. അപ്പൊ ഈടാക്കാമോ എന്ന് ചോദിച്ച് കത്തെഴുതുന്നു. ചീഫ് എഞ്ചിനീയർ HRM വിജിലൻസിനാണെന്ന് തോന്നുന്നു കത്തെഴുതുന്നത്. വിജിലൻസുകാരെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും പിന്നെ ജീവനക്കാരുടെ തലയിലിട്ട് വെച്ചു കൊടുക്കാമല്ലോ. അവര് പിടിച്ചോ, കിട്ടുന്നതല്ലേ പിടിച്ചോളാൻ പറയുന്നു. അങ്ങനെ ചെയർമാൻ കൊടുത്തു എന്ന് പറയുന്നു, ചെയർമാൻ ഏസ് വെച്ചു എന്ന് പറയുന്നു, CPO ഓർഡർ ഇട്ടു എന്ന് പറയുന്നു. അപ്പൊ CPO ഓർഡർ ഇട്ടു എന്ന് പറയുമ്പോൾ CPOയെ ഇങ്ങനെ ഓർഡർ ഇടാൻ ആരും അധികാരപ്പെടുത്തിയിട്ടൊന്നുമില്ല. മരിച്ച കരാർ ജീവനക്കാരന് അവകാശം കിട്ടണം. അതെങ്ങനെയാണ് കിട്ടേണ്ടത്? നമ്മൾ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നില്ലേ? അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയല്ലേ കൊടുക്കുന്നത്? KSRTC ബസ് ഇടിച്ചു മരിച്ച ഉടനെ ഡ്രൈവറാണോ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? നമ്മുടെ CMD തന്നെ KSRTCയിൽ ഇരുന്നതല്ലേ? അടുത്തിടെ വിമാനങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചു, പൈലറ്റാണോ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അതൊക്കെ പോട്ടെ, ഈയിടെ കടുവ മനുഷ്യനെ കൊന്നു, ഗവൺമെന്റ് നഷ്ടം കൊടുക്കുന്നു. അത് ഗവൺമെന്റ് കടമയല്ലേ? അതോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നാണോ നഷ്ടം ഈടാക്കേണ്ടത്? അല്ലല്ലോ. അതുപോലെ KSEBയിൽ ഒരു അപകടമുണ്ടായാൽ അത് ഈടാക്കേണ്ടത് ആരിൽ നിന്നാ? ജീവനക്കാരിൽ നിന്നാണോ? അത് ബോർഡ് അതിന് വേണ്ടുന്ന ഇൻഷുറൻസ് എടുക്കണ്ടേ? ബോർഡ് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? കോടികൾ ബോർഡ് അനാവശ്യമായി ദൂർത്തടിച്ച് ചെലവാക്കുന്നു. രോഗി മരിച്ചാൽ ഡോക്ടറുടെ കയ്യിൽ നിന്നാണോ നഷ്ടപരിഹാരം ഈടാക്കുന്നത്? അല്ലല്ലോ. ഇത് സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജീവനക്കാര് ഇല്ലാത്തത് കൊണ്ടല്ലേ. സബ് എഞ്ചിനീയർമാരുടെ സെക്ഷനിൽ 2 അല്ല 3 പോലും എപ്പോൾ വർക്കിംഗ് പോലെ ST വർക്ക് ഉള്ളപ്പോൾ സബ് എഞ്ചിനീയർ സൂപ്പർവിഷൻ വേണം. ഒരേ സ്ഥലത്ത് 3 നടന്നാൽ 3 ഒരു സബ് എഞ്ചിനീയർക്ക് പോകാൻ പറ്റുമോ? പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയിപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, സൂപ്പർവിഷൻ ഇല്ലാതെ ആരും ജോലി ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറിനോടും ഡെപ്യൂട്ടി സാറിനോടും ചീഫ് എഞ്ചിനീയർ സാറിനോടും പറയുക, സാറേ ഇനി നിങ്ങളുടെ പണി നടക്കൂല, സൂപ്പർവിഷൻ ഇല്ലാതെ ഒരു ജോലിക്കാരും ജോലി ചെയ്യൂല, ആളില്ലെങ്കിൽ അതനുസരിച്ച് നടക്കൂ. ജനം കയറി വരുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞോ, അല്ല നിങ്ങൾ ആളെ നിയമിക്കണം. അപ്പൊ നഷ്ടപരിഹാരം ഇവർ ലൈൻമാനും സബ് എഞ്ചിനീയറും കൊടുക്കണമെന്നാണ് പറയുന്നത്. ബോർഡ് ഇൻഷുറൻസ് എടുക്കാത്തതിന് ഇൻഷുറൻസ് എടുക്കേണ്ട വ്യക്തികളിൽ നിന്ന് ഈടാക്കണം. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. പണ്ടൊക്കെ ബോർഡിലെ ലൈനിൽ തട്ടി നാട്ടുകാർ മരിക്കാറുണ്ട്, അപകടം ഉണ്ടാകാറുണ്ട്, കരാർ ജീവനക്കാർ മരിക്കാറുണ്ട്. ഇവർക്കൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ബോർഡ് തന്നെ കൊടുത്തോണ്ടിരുന്നത്. ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു കാസർഗോഡുള്ള ഒരു വ്യക്തി, അപ്പൊ ഈ മലപ്പുറത്തുള്ളതിൽ ഒമൈൻ കബീർ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ അംഗമാണ്. മറ്റേ സബ് എഞ്ചിനീയർ നമ്മുടെ അംഗമല്ലെങ്കിലും അദ്ദേഹം ബോർഡ് ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിത് പറയുന്നത്. കാസർഗോഡ് അങ്ങനെ ഒരു ജീവനക്കാരനെ ഇതുപോലെ ലൈനിൽ എന്തോ ആക്സിഡന്റ് ഉണ്ടായി, അതിന്റെ പേരിൽ ലൈബിലിറ്റി അടിച്ചു കൊടുത്തു, അദ്ദേഹം അപ്പീലൊക്കെ കൊടുത്ത് നിൽക്കുക. അപ്പൊ ഞാനിത് സംബന്ധിച്ച് ബോർഡിലെ ഒരു ഉന്നതനുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നഷ്ടമുണ്ടായാൽ
അത് ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡ് ഉത്തരവുണ്ടോ? കാരണം ബോർഡിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബോർഡ് ഉത്തരവ് അനുസരിച്ചാണ് വേണ്ടത്. അപ്പോൾ ആ ഉന്നത അധികാരി പറഞ്ഞ അങ്ങനെ ഉത്തരവൊന്നുമില്ല, പിന്നെ എങ്ങനെ പിടിക്കും? അതങ്ങ് പിടിക്കും. അപ്പൊ CPOയ്ക്ക് തോന്നിവാസം അങ്ങനെ ഓർഡർ ഇറക്കാനുള്ളതല്ല ജീവനക്കാരനെ അങ്ങനെ കളയ്ക്കാനുള്ളതല്ല. ചീഫ് പേഴ്സണൽ ഓഫീസറുടെ ഓർഡറാണ് ഈ പറയുന്നത്. അത് വെച്ചാണ് പത്രത്തിൽ വാർത്ത വന്നത്. ചെയർമാന്റെ അധികാരത്തോടെയാണ് പറയുന്നത്. ചെയർമാൻ ഇതൊന്നും പഠിക്കുന്നില്ല. ചെയർമാൻ ഇത് ഒന്നും അറിയാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങൾ. ഇൻഷുറൻസ് എടുക്കണമെന്നൊക്കെ അങ്ങനെ പോയി പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ചീഫ് പേഴ്സണൽ ഓഫീസറുടെ ഓർഡർ അനുസരിച്ചാണ് 8 ലക്ഷം സംതിങ് എന്ന് പത്രത്തിൽ കണ്ടത്. പക്ഷെ അവർ ഇറക്കിയ ഓർഡറിനകത്ത് ആദ്യം 12 ലക്ഷം എന്നോ കണ്ടത്, പിന്നെ എന്താണോ ലിമിറ്റ് ചെയ്തതാണ്. എന്താണേലും അദ്ദേഹത്തിന് ബോർഡ് ഒരു അധികാരം കൊടുക്കാതെ ലയബിലിറ്റി എന്ന് പറഞ്ഞ് പിടിക്കാൻ അധികാരമില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഓർഡറുകൾ മുഴുവൻ റദ്ദ് ചെയ്യണം. ബോർഡ് ഇൻഷുറൻസ് എടുക്കണം. ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ അവകാശരാക്കരുത്, പീഡിപ്പിക്കാൻ പാടില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇത് ബോർഡിന്റെ ഒരു സർക്കുലറാണ്. 20/10/2022 ഇറക്കിയതാണ്. മുഴുവൻ വായിക്കാനൊന്നും ഒരു സമയമില്ല. ആ സർക്കുലറിനകത്ത് ബോർഡ് പറയുന്നത് കോൺട്രാക്ടേഴ്സ് എല്ലാം, അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, കാരണം നമ്മൾ പ്രിൻസിപ്പൽ എംപ്ലോയർ ആണ് ബോർഡ്. കോൺട്രാക്ടറുടെ കീഴിൽ ഒരാൾ ജോലി ചെയ്യുന്നതിൽ ആ ജോലി ചെയ്യുന്ന ആളിന് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കോൺട്രാക്ടർമാരെ ഇൻഷുറൻസ് എടുക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുന്നു. ബോർഡിന്, കോൺട്രാക്ടേഴ്സിനോട് ഈ ഓർഡറിലുള്ളതാണ്. അതും സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ഓർഡറാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപകടമുണ്ടായാൽ എംപ്ലോയർ, ജോലി ചെയ്യിക്കുന്ന വ്യക്തി പണം നൽകണം, ഇൻഷുറൻസ് വഴി പണം നൽകണം. അപ്പൊ എംപ്ലോയർ പണം നൽകണമെന്ന് ബോർഡ് തന്നെ പറയുക, കോൺട്രാക്ടറോട് പറയുക. കോൺട്രാക്ടറോട് ഒരു ന്യായം പറഞ്ഞിട്ട് പിന്നെ സ്വന്തം കാര്യത്തിൽ വേറെ ന്യായം എങ്ങനെ പറയുന്നത്? ഇത് പറയുന്ന ഉദ്യോഗസ്ഥൻ എവിടെ പഠിച്ചു, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, ഈ രാജ്യത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും അവർക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ബോർഡ് എന്ത് ചെയ്യണം? കോൺട്രാക്ടർ ഇൻഷുറൻസ് എടുക്കണമെന്നാണ് ബോർഡ് പറയുന്നത്. അത് ശരിയാണ്. ആ കോൺട്രാക്ടറുടെ കീഴിൽ ഒരാൾക്ക് അപകടമുണ്ടായാൽ പൈസ കൊടുക്കണമെങ്കിൽ കോൺട്രാക്ടർക്ക് ഒറ്റയ്ക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് ബോർഡ് ഇൻഷുറൻസ് എടുത്തോളാൻ പറയുന്നത്. അപ്പൊ ബോർഡിന്റെ കീഴിൽ ഒരു ജീവനക്കാരൻ ജോലി ചെയ്യുമ്പോൾ, ചെയ്യിക്കുമ്പോൾ അപകടമുണ്ടായാൽ അവർക്ക് ആനുകൂല്യങ്ങൾ, അല്ലെ ആ പ്രായമനുസരിച്ചുള്ള ആനുകൂല്യം, ഫ്യൂണറൽ എക്സ്പെൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡ് അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കണം. 4 രൂപ എടുക്കും പൈസയുടെ വൈദ്യുതി വേണ്ടാത്ത 7 രൂപയ്ക്കും 8 രൂപയ്ക്കും മേടിച്ച് നഷ്ടം ഉണ്ടാക്കുന്ന നിങ്ങൾ, പരപ്പുറ സോളാറിന്റെ ബില്ലിംഗ് ഇതുവരെ മാറ്റാൻ പറ്റാത്ത നിങ്ങൾ, ഒരു കോടികളുടെ നഷ്ടം ഓരോ മാസവും വരുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പണിയില്ല, അതുകൊണ്ടാണ് നഷ്ടമാവുന്ന ആരോടാ പറയുന്നത്? ആ പണിയൊന്നും വേണ്ട. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ബോർഡ് പോയാൽ മതി. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ് KSEB. ഈ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. ജീവനക്കാരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാം, അത് ചട്ടങ്ങളൊക്കെ പരിശോധിക്കാം. ഇതൊന്നും ഒരു അഴിമതിയല്ലല്ലോ, ഇതൊന്നും ഒരു കൈക്കൂലിയല്ലല്ലോ, ഇതൊന്നും ബോർഡിന്റെ പണം അപഹരിച്ചതല്ലല്ലോ. അങ്ങനെ അപഹരിച്ചതോ മനഃപൂർവ്വം വന്നതോ ആണെങ്കിൽ ജീവനക്കാരൻ ഈടാക്കാം, അത് വേറെ കാര്യം, ലൈബിലിറ്റി. ഇതല്ലല്ലോ. മനഃപൂർവ്വം ആരെയെങ്കിലും കൊല ചെയ്യുമോ, ആരെയെങ്കിലും ഷോക്ക് അടിപ്പിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, മൂലമറ്റം ജനറേഷൻ സർക്കിൾ അവിടെ പവർ ഹൗസിൽ പൊട്ടിത്തെറി ഉണ്ടായി. അന്ന് മരണപ്പെട്ടവർക്കൊക്കെ ബോർഡ് പൈസ കൊടുത്തല്ലോ. അപകടമുണ്ടായതിന്റെ ഉത്തരവാദിത്വം എടുത്ത ചീഫ് എഞ്ചിനീയർക്കും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും അല്ലേ? അവരുടെ കയ്യിൽ നിന്ന് എടുത്താണോ പൈസ കൊടുത്തത്? പിന്നെ നിങ്ങൾക്ക് ലൈൻമാനും സബ് എഞ്ചിനീയറും ഓവർസറും വരുമ്പോൾ എന്താണ് ഇത്ര അസുഖം കൂടുതൽ? അത് ബോർഡ് ചെയർമാനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അത് ഇനി ഞങ്ങൾ കത്തായിട്ട് നൽകും. ഇതൊരു വ്യവസായ തർക്കത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഞങ്ങൾ ഇത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യും, അല്ലെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ കോടതിയിലേക്ക് പോകും. കാരണം ആർക്കും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ ലൈൻമാൻ 4 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ എത്ര നാൾ ജോലി ചെയ്യണം ഈ ലൈൻമാൻ? പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ബോർഡ് ജോലി ചെയ്താൽ ബോർഡ് പൈസ കൊടുക്കണ്ടേ? ബോർഡിന്റെ കമ്പികൾ, ലൈനുകളെല്ലാം പഴയത് തുരുമ്പിച്ചത്, മെയിൻ്റനൻസ് നടത്തുന്നില്ല, പണം കൊടുക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല, അതിന്റെ ഒന്നും ഉത്തരവാദിത്തം ലൈൻമാനല്ലല്ലോ. ഇവിടെ ഭരിക്കാൻ കുറെ ആൾക്കാരെ വെച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇതിനെതിരെ ഞങ്ങൾ വ്യവസായ തർക്കം ഐഡിയ ആക്ട് അനുസരിച്ച് ഞങ്ങൾ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാൻ പോവാണ്. പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കത്ത് നൽകും. വിഷയം പരിഹരിക്കണം. CPOയെ ആരും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. CPOയ്ക്ക് ഇങ്ങനെ ലയബിലിറ്റി ഫിക്സ് ചെയ്യാനുള്ള അധികാരം ബോർഡ് ഉത്തരവ് വഴിയില്ല.
CPO ചെയ്യുന്നത്, ചീഫ് പേഴ്സണൽ ഓഫീസർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ബോർഡിനും അങ്ങനെ പണം പിടിക്കാനുള്ള അധികാരമില്ല. ബോർഡ് തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്ന് കോൺട്രാക്ടറോട് പറഞ്ഞപ്പോൾ സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നു. അപ്പൊ ആദ്യം ബോർഡ് ഇവിടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജീവനക്കാരെ പീഡിപ്പിച്ചാൽ അതിനെതിരെ ഞങ്ങള് ശക്തമായ സമര പരിപാടികൾ, ഞങ്ങൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നിതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് 2 വർഷമായിട്ട് അറിയാം. പണ്ടൊരാളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു ബോർഡ് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ബോർഡ് ഉത്തരവ് ചോദിച്ചപ്പോൾ ബോർഡ് ഉത്തരവ് ഇല്ല. ഞങ്ങളുടെ ഡിമാൻഡിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട്, ബാധ്യതകൾ ജീവനക്കാരുടെ മേൽ വെക്കുന്നത് പിൻവലിക്കണമെന്ന് നമ്മുടെ ആരും ആവശ്യപ്പെടാത്ത കാര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ അറിയാം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് മാത്രം എല്ലാം ശരിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എല്ലാം ശരിയാക്കണമല്ലോ, അപ്പൊ അങ്ങനെ ശരിയാക്കുന്നതാണ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.